അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1461. ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അവിടുന്ന് പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, അൽ മുതബാരിയാനി ലാ യുജാബാനി വലാ യുഅ്കലു തുആമുഹുമ. പരസ്പരം മത്സരിച്ചുകൊണ്ട് സദ്യ നടത്തുന്നവർ, ജനങ്ങൾ കാണാൻ വേണ്ടിയും ആളുകൾ അവൻ ഭയങ്കര സൽക്കാരപ്രേമിയാണെന്നൊക്കെ പറയാൻ വേണ്ടി ഇങ്ങനെ പരസ്പരം മത്സരിച്ച് സദ്യ നടത്തുന്ന ആളുകൾ, അവർക്ക് ഉത്തരം നൽകേണ്ടതില്ല, അവരെ ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കേണ്ടതില്ല, അവരുടെ ഭക്ഷണം കഴിക്കേണ്ടതില്ല. ഏതൊരു കർമ്മവും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയായിരിക്കണം. ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിൻ്റെ ബാധ്യതയാണ്. എന്നാൽ ഇത്തരത്തിലുള്ള സൽക്കാരങ്ങൾ റിയാഇന് വേണ്ടി, ആളുകളുടെ പേരും ചൂരും കിട്ടാനൊക്കെ, ആളുകൾ കാണാൻ വേണ്ടി, ഭയങ്കര സൽക്കാരപ്രേമിയാണെന്ന് പറയാൻ വേണ്ടി, ഇങ്ങനെ ഈ നീയത്തിലൊക്കെയുള്ള മറ്റവനേക്കാൾ ഉഷാറാവണം എന്ന നിലക്കൊക്കെ മത്സരബുദ്ധിയോടെയും റിയാഇന് വേണ്ടിയൊക്കെ നടത്തുന്ന സദ്യകൾ, അത്തരം സദ്യകളിലേക്ക് ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കേണ്ടതില്ല, അവരുടെ ഭക്ഷണം കഴിക്കേണ്ടതില്ല. ഇന്ന് നടക്കുന്ന സൽക്കാരങ്ങളും സദ്യകളൊക്കെ പലപ്പോഴും നമ്മുടെ നിയ്യത്തിൻ്റെ കുറവ് കൊണ്ട് റബ്ബിൻ്റെ അടുക്കൽ പ്രതിഫലം നഷ്ടപ്പെടുന്നൊരവസ്ഥയാണ്. ഇന്ന് ഞാൻ നടത്തിയിട്ടില്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും, അവിടെ ഉഷാറാകുമ്പോൾ അതിനേക്കാൾ ഒന്നും കൂടെ ഉഷാറാവണ്ടേ എന്നൊക്കെ നിയ്യത്തിലുമൊക്കെയാണ് പല സദ്യകളും ഇന്ന് നടക്കുന്നത്. അതൊക്കെ നമുക്ക് വെറുതെ പണമങ്ങ് ചെലവാകുന്നു എന്നല്ലാതെ റബ്ബിൻ്റെ അടുക്കൽ അതുകൊണ്ടൊന്നും പ്രതിഫലം ലഭിക്കുകയില്ല. സൽക്കാരം, ഭക്ഷണം കൊടുക്കുക, സൽക്കരിക്കുക വളരെയേറെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുകയും പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. പക്ഷേ അതൊക്കെ നമ്മുടെ നിയ്യത്തിൻ്റെ കുറവ് കൊണ്ട് അതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. നമ്മുടെ സദ്യകളൊക്കെ റബ്ബിൻ്റെ പൊരുത്തം ഉദ്ദേശിച്ചു കൊണ്ടായിരിക്കണം. അതല്ലാത്ത മറ്റു നിയ്യത്തുകൾ കടന്നുകൂടിയാൽ തീർച്ചയായും അതൊക്കെ പ്രതിഫലം നഷ്ടപ്പെടാൻ കാരണമാവും. അല്ലാഹു തആല നമ്മുടെ അമലുകളിലൊക്കെ പൂർണ്ണ ഇഖ്ലാസ് അല്ലാഹു നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.